സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സാഹിത്യത്തിലും സിനിമയിലും നാഴികക്കല്ലുകളായി മാറിയ സർഗസൃഷ്ടികൾ കൊണ്ട് ഇന്ദ്രജാലം തീർത്ത പ്രതിഭയായിരുന്നു പത്മരാജൻ. നിരവധി അടരുകളുള്ള, ആസ്വാദകരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച, വ്യവസ്ഥാപിതമായ നായക സങ്കല്പങ്ങളെ തച്ചുടച്ച സിനിമകൾ. എവിടെ പോയിട്ട് വരുന്നു? ഗോപാലൻ നായരെ വീട് വരെ. ഏത് ഗോപാലൻ നായർ? കുന്നുംപുറത്തെ ഗോപാലൻ നായർ. അങ്ങനെ ഒരാളുണ്ടോ? ചെണ്ടക്കാരൻ ഗോപാലൻ നായർ. ഞങ്ങൾ അയാളെ ഒരു പഞ്ചവാദ്യത്തിന് വേണ്ടി ബുക്ക് ചെയ്യാൻ വന്നതാ. എന്നിട്ട് ബുക്ക് ചെയ്തോ? ഇല്ല. എന്തേ? എങ്ങനെ ബുക്ക് ചെയ്യാനാ? അദ്ദേഹത്തിന് സുഖമില്ല കിടക്കല്ലേ. വാത പിടിച്ചൊരു വശം തളർന്നു പോയില്ലേ. നിങ്ങള് മാളൂമ്മയുടെ വീട്ടിൽ പോയതല്ലേ? മനുഷ്യന്റെ അതിസാധാരണമായ ജീവിതാവസ്ഥകളെ ഭാവനയുടെ ലോകത്തേക്ക് ആനയിച്ച് സങ്കല്പങ്ങളെ യാഥാർത്ഥ്യങ്ങളായും യാഥാർത്ഥ്യങ്ങളെ സങ്കല്പങ്ങളായും ആവിഷ്കരിക്കാൻ പത്മരാജന് സാധിച്ചു. ഇതിവിടെ നിന്നോട്ടെ. ഇന്നലെ ഇയാളെ വിട്ട് എഴുതിച്ചതാ. നിക്കില്ല, ഇരുമ്പ് ഷീറ്റല്ലേ. കടൽക്കര എങ്ങനെ ഇരുമ്പ് നിൽക്കുന്നേ? എന്നാലും നിൽക്കുന്നിടത്തോളം നിൽക്കട്ടെ. ചിലപ്പോ ഒരു തെര വന്ന് ഈ ബോർഡ് തന്നെ അങ്ങ് അടിച്ചോണ്ട് പോകാനും മതി. ഇന്ന് സസ്നേഹത്തിൽ പത്മരാജനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ച് ജിയോ ഹോട്ട്സ്റ്റാർ ക്രിയേറ്റീവ് ഡയറക്ടറായ മകൻ അനന്തപത്മനാഭൻ സംസാരിച്ചതിന്റെ അവസാന ഭാഗം കേൾക്കാം. അച്ഛൻ്റെ സിനിമകളിലെ ക്ലാസിക്കുകൾ എന്ന് വിശേഷിപ്പിക്കാറുള്ളത് ഇന്ന് പൊതുവെ തൂവാനത്തുമ്പികൾ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ തുടങ്ങിയവയാണ്. എന്നാൽ താങ്കൾക്കൊരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഇന്ന് ആലോചിക്കുമ്പോൾ അച്ഛൻ്റേത് കുറച്ചുകൂടി ആളുകൾ കാണണം എന്ന് തോന്നുന്ന, എന്നാൽ അക്കാലത്തോ ഇക്കാലത്തോ സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത ചില സിനിമകൾ താങ്കൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടോ? അച്ഛൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പടം ഒരിടത്തൊരു ഫയൽവാനാണ്. സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരു കഥ അതിന് മുമ്പോ പിൻപോ ഉണ്ടായിട്ടില്ല. പവിത്രനും പെരുവഴിയും പോലെ ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ അതൊന്നും ഈ ജനപ്രിയ സിനിമകൾ എന്ന് പറയാൻ പറ്റില്ല. കള്ളൻ പവിത്രനൊക്കെ അത്യാവശ്യം ജനപ്രിയമായി ഓടിയ പടങ്ങളാണെങ്കിൽ പോലും എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ ശക്തമായ ചില കഥകൾ ആളുകൾ ശ്രദ്ധിക്കാതെ പോയത് ഒന്ന് നൊമ്പരത്തി പൂവാണ്. നൊമ്പരത്തി പൂവ്, നവംബറിന്റെ നഷ്ടമൊക്കെ കുറെ കൂടി അതിന്റെ ട്രൂ ഡ്യൂ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്ന പടങ്ങളാണ്. തീർച്ചയായിട്ടും അത്തരം പടങ്ങൾ പെട്ടെന്ന് ജനപ്രിയമാവണമെന്നില്ല. ഒരു കൈപ്പേറിയ പില്ല് കഴിക്കുന്ന പോലെയാണ്. പക്ഷെ ആ പില്ല് അതിൻ്റെതായ ഫലം അത് കണ്ടവർക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. അദ്ദേഹത്തിലെ വായനക്കാരനെ താങ്കൾ എങ്ങനെയാണ് നോക്കി? അപാരമായി വായിച്ചിരുന്ന ഒരാളാണ്. ഒരുപക്ഷെ മലയാള സിനിമയിൽ എം ടി വാസുദേവൻ നായർ കഴിഞ്ഞാൽ ഇത്രയും വായിച്ച ഒരാളുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. തിരുനെല്ലൂർ കരുണാകരൻ്റെ ഒരു ഓർമ്മ ഗ്രൂപ്പിൽ അദ്ദേഹം എഴുതിയിരുന്നു. അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ ചുരുണ്ടുമുടിക്കാരനായ ഒരു കുട്ടിയാണ്. അന്ന് ശരിക്കും അച്ഛന് ഡബിൾ പ്രൊമോഷനൊക്കെ ആയതുകൊണ്ട് 14 വയസ്സിലാണ്. അന്ന് SSLC അല്ല, അന്ന് പ്രീ യൂണിവേഴ്സിറ്റിയാണ്. ഡിഗ്രിക്കൊക്കെ വരുമ്പോൾ 16-17 വയസ്സേ ഉള്ളൂ. അപ്പോൾ അയാളുടെ കയ്യിൽ ഒരു ദിവസം കണ്ടത് സോമർസെറ്റ് മൂവാണ്, പിറ്റേ ദിവസം കണ്ടത് ഫോക്കനറിൻ്റെ ഒരു നോവലാണ്. അച്ഛനെ പറ്റിയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എന്നെ പഠിപ്പിച്ച ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ വിജയ് നായർ സാറുണ്ട്. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ആകാശവാണിയിൽ ഇൻ ബിറ്റ്വീൻ അനൗൺസ്മെന്റ്സ് ഹി വാസ് റീഡിങ്. ഞാനത് കണ്ടിട്ടുണ്ട്. ഹൂ ഈസ് റീഡിങ്? ജാക്ക് ലണ്ടൻ. ജാക്ക് ലണ്ടനെ ആരാ വായിക്കും? ജാക്ക് ലണ്ടൻ എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള എഴുത്തുകാരനല്ല. അപ്പോൾ അതൊക്കെയാണ് അച്ഛൻ വായിച്ചിരുന്നത്. ആഴവും പരപ്പുമുള്ള വായനയായിരുന്നു. അത് അവസാനം വരെയും അതുണ്ടായി എന്നുള്ളതാണ്. മാർക്കേസൊക്കെ അടിമുടി വായിച്ചിട്ടുണ്ട്. അവസാന സമയത്ത് അച്ഛൻ വരുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ലവ് ഇൻ ദ ടൈം ഓഫ് കോളർ അപ്പം ഇറങ്ങിയ പുസ്തകമാണ്. എൻ്റെ പല അധ്യാപകരും പറഞ്ഞിട്ടുണ്ട്. മാറവേനസ് കോളേജിൽ ഞാൻ പഠിക്കുമ്പം ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തന്ന ആളുടെ മകന് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്നത് ഒരു പ്രിവിലേജ് ആണെന്ന് സ്കറിയ സാറൊക്കെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ആഴത്തിൽ വായിച്ചിരുന്നു. പക്ഷെ അച്ഛൻ പഠിച്ചിരുന്ന വിഷയം കെമിസ്ട്രി ആയിരുന്നു. അങ്ങനെയായിരുന്നു MT എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും ആഗ്രഹം ഇംഗ്ലീഷ് സാഹിത്യം എടുത്ത് പഠിക്കാനായിരുന്നു. പക്ഷേ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് മാറുകയായിരുന്നു. അങ്ങനെ ചില സമാനതകൾ ഇവർ തമ്മിൽ ഞാൻ നോക്കുമ്പോൾ കാണാറുണ്ട്. സംവിധായകൻ, എഴുത്തുകാരൻ എന്നതിലുപരി സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുകയോ ശബ്ദം നൽകുകയോ ചെയ്തിട്ടുണ്ടോ? റേഡിയോ നാടകങ്ങൾ ശബ്ദം കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നീട് കേട്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് അകലകലെ ആശ്വാസം എന്ന് പറയുന്ന ഒരു റേഡിയോ നാടകത്തിൽ അച്ഛൻ പ്രതിഭേദങ്ങളുടെ പാരിതോഷികം എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ്. അതിൽ അച്ഛൻ ശബ്ദം കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അച്ഛൻ ഡബ് ചെയ്ത ഒരുപാട് നല്ല കഥാപാത്രം അച്ഛൻ തന്നെ സിനിമകളിൽ ഫയൽവാൻ അച്ഛനാണ് ഡബ് ചെയ്തിരിക്കുന്നത്. നായകന് നവംബറിന്റെ നഷ്ടത്തിലെ പ്രതാപ് പോത്തന് ഒരുപാടുണ്ട്. ഇന്നലെയിലെ നിലമ്പൂർ ബാലേട്ടന് അവിടെ ഇവിടെയൊക്കെ ചില ശബ്ദങ്ങൾ വരുന്നുണ്ട്. കരിയിലക്കാറ്റ് പോലെയിലെ ആശ്രമ മഠാധിപതിയുടെ ശബ്ദം,
അപരനിലെ അപരൻ ഫോണിലൂടെ വരുന്ന ശബ്ദം. അത് ശരി. ഓ, അങ്ങനെ ധാരാളം ശബ്ദങ്ങളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപരനിലൂടെയാണല്ലോ ജയറാം സിനിമയിലേക്ക് എത്തുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ കൂടെവിടെയിലൂടെയാണ് റഹ്മാൻ വരുന്നത്. ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ചെയ്ത സിനിമയിലോ തിരക്കഥ എഴുതിയ സിനിമയിലോ ആയിട്ട് മലയാള സിനിമയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾ പ്രധാനപ്പെട്ടവരാരൊക്കെയാണ്? ധാരാളം പേരുണ്ട്. അത് എല്ലാ സെക്ഷൻസിലും ഉണ്ട്. ഇപ്പോൾ ആകാശവാണിയിൽ നിന്ന് തന്നെ കണ്ടെടുത്ത ആളാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. അതെ, സംഗീതം. അദ്ദേഹത്തിന്റെ 2 പടങ്ങളിലാണ് അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തത്. 2 പടങ്ങളും പാട്ടുകളും വളരെ ശ്രദ്ധേയമായി. അദ്ദേഹത്തിന് അവാർഡും കിട്ടി. ഇന്നലെ ഇതിന് ഏറ്റവും മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡ്, കേരള സംസ്ഥാന അവാർഡ് കിട്ടിയിരുന്നു. 3-ാം പക്കത്തിൽ പാടിയതിന് വേണിച്ചേട്ടനും ആകാശവാണി ബന്ധമാണ്. പക്ഷെ ആകാശവാണിക്ക് മുമ്പേ അച്ഛനുമായി അറിയാമായിരുന്നു. പിന്നെ ധാരാളം പേര്, കൃഷ്ണൻകുട്ടി നായർ. എനിക്ക് ഏറ്റവും അച്ഛൻ്റെ ധീരമായ ചില കണ്ടെത്തലുകൾ എന്ന് തോന്നിയിട്ടുള്ള അശോകൻ. അദ്ദേഹം ഒരു റേഡിയോ നാടകം പോട്ടെ, ഒരു കലോത്സവ വേദിയിൽ പോലും വരാത്ത ഒരാളാണ്. അദ്ദേഹവും പാട്ട് പാടുന്ന ആളായിരുന്നു. അതെ. അപ്പോൾ അദ്ദേഹത്തെ ആദ്യത്തെ ചിത്രത്തിൽ നായകനാക്കുക, ഏതെങ്കിലും ലെഗസിയോ ലൈനേജ് ആരുടെയെങ്കിലും പുത്രൻ എന്നുള്ള ഇമേജോ ഒന്നുമില്ലാത്ത പൂർണ്ണമായും പുതുമുഖം എന്ന് പറയാവുന്ന ഒരാളെ കൊണ്ട് അഭിനയിപ്പിക്കുക, അതും എല്ലാ ഫ്രെയിമിലും അദ്ദേഹമുണ്ട്, ആ ക്യാരക്ടറുണ്ട്. അയാളെ കൊണ്ട് തന്നെ ശബ്ദം കൊടുപ്പിക്കുക, ഡബ് ചെയ്യിപ്പിക്കുക എന്ന് മാത്രമല്ല അയാളെ ദേശീയ അവാർഡിന്റെ കപ്പിനും ചുണ്ടിനും ഇടയ്ക്കെത്തിക്കുക. അതുപോലെ റഹ്മാൻ അതിനു മുമ്പ് നാടകങ്ങളിലൊന്നും അഭിനയിച്ചിട്ടില്ല, കുറച്ച് ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ളേ ഉള്ളൂ. അദ്ദേഹത്തിനെയും ഡബ് ചെയ്യിപ്പിച്ചു, ശബ്ദം കൊടുപ്പിക്കുകയാണ്. ഈ ശബ്ദം കൊടുപ്പിക്കുന്ന പലരും ചെയ്യില്ല, ഏതെങ്കിലും പുതിയ ആളുകളെ കൊണ്ട് പരിചയസമ്പന്ന. ഇപ്പൊ കുഞ്ചാക്കോ ബോബന് ഡബ് ചെയ്യുന്ന കൃഷ്ണേന്ദ്രൻ ചേട്ടനാണ്. റഹ്മാൻ പിന്നീട് കൂടെ എവിടെയും ഡബ് ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ്, റഹ്മാൻ തന്നെയാണ്. അതിൽ അദ്ദേഹത്തിന് കേരള സംസ്ഥാന അവാർഡ് ഏറ്റവും നല്ല പുതുമുഖ നടന്റെ അവാർഡാണ്. അപ്പോൾ അതൊരു ഡയറക്ടറിന്റെ വിജയമാണ്. അച്ഛൻ്റെ കണ്ടെത്തലുകൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അഭിനയിപ്പിക്കാൻ പറ്റും. ഒരിടത്തൊരു ഫയൽമാനിൽ ആകപ്പാടെ അറിയുന്ന ഒരേ ഒരു അഭിനേതാവ് എന്ന് പറയുന്നത് നെടുമുടി അതിന് തൊട്ടു മുമ്പ് തകരയാണ് അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്നൊരു വർക്ക് എന്ന് പറയുന്നത്. അതിനു മുമ്പ് അരവന്തമ്പ് ഒക്കെ ഉണ്ടെങ്കിലും ആളുകൾ ശ്രദ്ധിക്കുന്നത് തകരയിലാണ്. ആ ഒരൊറ്റ ഫെയിമുള്ളതാണ്, ബാക്കി എല്ലാം പുതുമുഖങ്ങളാണ്, ഇൻക്ലൂഡിങ് ദി ഹീറോ. അതിന് അപാരമായ ചങ്കൂറ്റം വേണം. അതിൽ ഒരാളുടെ അഭിനയം പോലും കൃത്രിമമായിട്ടോ അതിഭാവുകത്വം നിറഞ്ഞായിട്ടോ തോന്നിയിട്ടില്ല. വളരെ സ്വാഭാവികമാണ്. ഇപ്പോഴത്തെ ഹൈപ്പർ റിയാലിറ്റി എന്നൊക്കെ പറയുന്നതിൻ്റെ തുടക്കമാണ് ആ കാലം എന്ന് പറയുന്നത്. അപ്പോൾ അത് അപാരമായ ഒരു സ്കില്ല് തന്നെയാണ്. അഡ്രസ്സും കിട്ടിയാൽ മതി. ഏത് ഫയൽമാൻ, കെയർ ഓഫ് ഏത് സ്റ്റേഡിയം അല്ലെങ്കിൽ ജിംനേഷ്യം, ബാക്കി ഞാൻ കാറ്റിക്കോളാം. പ്രിയപ്പെട്ട ബീവാത്തൂന്, ഫയൽമാനെ, പ്രിയപ്പെട്ട ബീവാത്തൂന്, ഞാൻ പലയിടത്തുമായി കറക്കമായിരുന്നു. കാശൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഏതായാലും ഞാൻ അങ്ങോട്ട് വരാം, വന്നു നോക്കാം. അവിടെ ഏതേലും പിടുത്തം വെക്കാൻ ഒക്കുമോന്ന് തിരക്കണമെന്ന് നീ നിന്റെ ആങ്ങളയോട് പറയണം. ചിലപ്പം നിന്റെ മറുപടി കിട്ടുന്നതിന് മുമ്പേ ഞാൻ അങ്ങ് പുറപ്പെടും എന്നും വരും. നിനക്ക് സുഖമാണല്ലോ. ഇത്രയും മതി. ഇതാരാ? ആരാ ഈ ബീവാത്തു? അനുബന്ധം എന്ന തന്റെ ചെറുകഥയിൽ ചിലയിടങ്ങളിൽ മാത്രം പരാമർശിക്കപ്പെട്ട ഫയൽവാനെ പ്രധാന കഥാപാത്രമാക്കി പത്മരാജൻ ചെയ്ത സിനിമയായിരുന്നു ഒരിടത്തൊരു ഫയൽവാൻ. അദ്ദേഹത്തിന്റെ തന്നെ അസ്ഥി, മാംസം, മജ്ജ എന്ന മറ്റൊരു കഥയുടെ ഭാഗങ്ങളും ഈ സിനിമയിലേക്ക് ചേർക്കുകയുണ്ടായി. ഒരുപാട് ഫയൽവാന്മാരെ ഈ ചിത്രത്തിലെ മുഖ്യവേഷം ചെയ്യുന്നതിനായി പത്മരാജൻ കണ്ടെങ്കിലും KSRTCയിൽ ജീവനക്കാരനായിരുന്ന റഷീദിനാണ് ഫയൽവാന്റെ വേഷം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായത്. 1981 നവംബറിൽ ചിത്രം പുറത്തിറങ്ങി. വലിയ നിരൂപക ശ്രദ്ധ നേടിയെങ്കിലും തിയേറ്ററിൽ ഒട്ടും ചലനമുണ്ടാക്കാൻ ഈ ചിത്രത്തിനായില്ല. എന്നാൽ കൊലാലംപൂരിൽ വെച്ച് നടന്ന ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനും മികച്ച തിരക്കഥയ്ക്കുമുള്ള പുരസ്കാരങ്ങൾ നേടിയതോടെ ഒരിടത്തൊരു ഫയൽവാൻ ദക്ഷിണേന്ത്യയിൽ നിന്ന് ആദ്യമായി ഈ അവാർഡ് സ്വന്തമാക്കുന്ന ചിത്രമെന്ന ഖ്യാതി നേടി. പ്രേക്ഷക ശ്രദ്ധ കൂടുതൽ ലഭിക്കാൻ ഇത് കാരണമായി. അന്താരാഷ്ട്ര തലത്തിൽ പ്രശംസ നേടിയ ഈ ചിത്രം ഇന്നും മലയാളത്തിലെ ക്ലാസിക് സിനിമകളിലൊന്നായി നിലനിൽക്കുന്നു.
വേണുനാഗവല്ലിയും അദ്ദേഹമാണ് അതെ, കൊണ്ടുവന്നത്. വേണിച്ചേട്ടൻ ഈ പറഞ്ഞ ആകാശവാണിയിലെ കണ്ടെത്തലുകളിൽ മറ്റൊന്ന് വേണിച്ചേട്ടനാണ്. വേണിച്ചേട്ടൻ അഭിനയിക്കാനേ താല്പര്യമില്ലാത്ത ഒരാളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വല്ലപ്പോഴും പപ്പേട്ടൻ്റെ കൂടെ നിന്ന് സംവിധാനം പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛന് വലിയ കാര്യമായിരുന്നു, പാട്ട് പാടാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. ആ സമയത്താണ് KG ജോർജ് ഒരു പുതുമുഖത്തെ തേടുന്നു എന്നും ഉൾക്കടലിൽ ഇങ്ങനൊരു വിഷാദ നായകനെ ആവശ്യമുണ്ടെന്നും അറിയുന്നത്. അദ്ദേഹം അച്ഛനെ വിളിച്ച് ചോദിച്ചു, ആരെങ്കിലും ഉണ്ടോ പപ്പൻ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ വേണിച്ചേട്ടനെ കണ്ടപ്പോൾ കറക്റ്റ് എന്താണ് കാര്യമെന്ന് പോലും പറയുന്നില്ല. ഇന്ന ഹോട്ടലിൽ പോകും, അവിടെ ജോർജ് ഉണ്ടാവും. അത് കഴിഞ്ഞ് അടുത്ത കോൾ വരികയാണ്, അവനെ നമ്മൾ ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കോൾ വരികയാണ്. വേണിച്ചേട്ടൻ തന്നെ അതിശയിച്ചു പോയി. അദ്ദേഹം വെറുതെ പാട്ട് പാടാനായിരിക്കും വിളിച്ചതെന്ന് വിചാരിച്ചു. ഗാനം ഉരുകുമെന്നുള്ളം, ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം, ഈ സ്നേഹലാളനം നീ നീന്തും സാഗരം, ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. പത്മരാജനെക്കുറിച്ചുള്ള ഓർമ്മകളുമായി മകൻ അനന്ത പത്മനാഭൻ. അദ്ദേഹത്തിന്റെ സിനിമയിലെ പാട്ടുകൾ വളരെയധികം ആളുകളെ ആ സിനിമയിലേക്ക് ആകർഷിക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു സംഗീതാഭിരുചി എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അച്ഛൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് സംഗീതം ചെയ്തിട്ടുണ്ടെന്ന് അച്ഛൻ ഒരിക്കലും അത് ഫ്ലോണ്ട് ചെയ്തിട്ടില്ല, എവിടെയും എടുത്തു പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ശ്രീകുമാരൻ തമ്പി അച്ഛൻ്റെ ഒരു ബന്ധുവാണ്, അടുത്ത ബന്ധു എന്ന് പറയാം. ഡിഗ്രി കഴിഞ്ഞ് ആകാശവാണിയിൽ കയറുന്നതിനുള്ള ഒരു 6 മാസത്തെ ഗ്യാപ്പിൽ ഇവരുടെ അവിടെ ഒരു ആർട്സ് ക്ലബ്ബും നാടക പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു അമേച്ചർ നാടകവേദിയൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്ക് വേണ്ടി അച്ഛൻ നാടകം എഴുതുകയോ സംവിധാനം ചെയ്യുകയോ അല്ല ചെയ്തത്, അതിലെ സംഗീത സംവിധായകനാണ്. അതിലെ 5 പാട്ടുകൾ ട്യൂൺ ചെയ്യുന്ന അച്ഛനാണ്. അത് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, 2 പാട്ടുകൾ അദ്ദേഹമാണ് എഴുതിയത്. അന്ന് അദ്ദേഹം എഴുതി കയറി വരുന്നേ ഉള്ളൂ, അദ്ദേഹം സിനിമയിലേക്ക് കടന്നിട്ടില്ല. അപ്പോൾ ഈ പാട്ടുകൾ പിന്നീട് തമ്പിച്ചിറ്റപ്പൻ എന്നുള്ള സ്ഥാനം കൊണ്ട് പറയാണ്, ശരിക്കും അദ്ദേഹം വല്യച്ഛൻ്റെ സ്ഥാനമാണ്. അപ്പം അദ്ദേഹം പാടി കേൾപ്പിക്കുമ്പോൾ നല്ല രസമുണ്ട്. അതിന് കാരണം അച്ഛൻ 6-7 വർഷം ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ട്, വീട്ടിൽ ഭാഗവതരെ ഇരുത്തി പഠിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയും മ്യൂസിക് BA 4th റാങ്കാണ്. അപ്പോൾ ഈ സംഗീതം എന്ന് പറയുന്നത് ആയിരിക്കും അവർ തമ്മിൽ അടുക്കാൻ, അത് ആണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഒരിക്കലും അച്ഛൻ എവിടെയെങ്കിലും പോയി സംഗീതം സ്വന്തം പടത്തിൽ ചെയ്യാൻ നോക്കിയിട്ടില്ല, സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല. അച്ഛന് പക്ഷേ ആ ഒരു സെൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം അച്ഛൻ്റെ പടങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ ഇത്രയും ഒരു ഭംഗി വരുന്നത്. രാധയ്ക്ക് ആകെ പേടി ഒറ്റ പെണ്ണിനെ ഉള്ളൂ. നീ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരികയില്ലായിരുന്നു. അതെ, ഇവിടെ സംഗീതം അറിയുന്നതിൻ്റെ ഒരു ഗുണം, അത് ഈ ഭരതനും അച്ഛനും ഒക്കെ ഉള്ള ഒരു സിദ്ധി അതാണ്. സംഗീത സംവിധായകർ അപ്പോൾ അത്രയും അവരുടെ ജോലി കുറച്ചുകൂടെ ഉയർത്താൻ നോക്കും, കുറച്ചുകൂടെ സ്കിൽസ് കാണിക്കാൻ നോക്കും. ഭരതനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പത്മരാജൻ എന്ന പേരിനോടൊപ്പം ചേർത്ത് വെക്കുന്ന ഒരു പേരാണ് ഭരതൻ എന്നത്. അതോടൊപ്പം തന്നെ നടന്മാരെ പറയുമ്പോൾ മോഹൻലാൽ എന്നൊക്കെ നമ്മൾ എടുത്തു പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയായിരുന്നു? അച്ഛൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലാണെങ്കിൽ ഇവരൊക്കെ പ്രിയപ്പെട്ടതാണ്. ഇപ്പം മോഹൻലാലുമായും മമ്മൂട്ടിയുമായും ഒക്കെ നല്ല അടുപ്പമുണ്ടായിരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ള അച്ഛൻ്റെ നിർമ്മാതാക്കളുമായിട്ടുള്ള വളരെ സവിശേഷമായ ബന്ധം, പ്രത്യേകിച്ച് ഹരിപോത്തൻ. ഇവർ എടുത്ത പടം അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിലൊക്കെ 7 നില പൊട്ടിയതാണ്, പക്ഷെ അവസാനം വരെ ആ സൗഹൃദം ഉണ്ടായിരുന്നു. അവരന് അത്യാവശ്യം കാശ് കിട്ടിയ പടമാണ്, മോശമല്ലാതെ ഓടിയ പടമാണ്. അതുപോലെ ശ്രീ പ്രേംപ്രകാശ് കറിയാച്ചൻ, അവസാനം വരെയും അദ്ദേഹം ആദ്യത്തെ പടത്തിന്റെ നിർമ്മാതാവായിരുന്നു, കൂടെ അദ്ദേഹമായിരുന്നു. പറന്നുണ്ടായിരുന്നു. ഈ 2 പടങ്ങളും കാശ് കിട്ടിയതാണ്. പെരുവഴിയമ്പലം നഷ്ടമൊന്നുമില്ല, കാരണം അന്നത്തെ കാലത്ത് അവാർഡും പനോരമ സെലക്ഷനൊക്കെ ആയപ്പോൾ തന്നെ നിർമ്മാണ ചെലവിന് എത്രയോ മുകളിൽ കിട്ടിക്കഴിഞ്ഞു. അദ്ദേഹം അവസാനം വരെയും അച്ഛൻ്റെ കൂടെ നിന്ന ആളാണെന്ന് മാത്രമല്ല, ഭാവിയിൽ അച്ഛൻ്റെ കൂടെ പ്രവർത്തിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. അതുപോലെ അന്തരിച്ച നിർമ്മാതാവ് വിന്ധ്യൻ്റെ കൂടെ ഒരു പടവും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആകെ അച്ഛൻ്റെ ഒരു തിരക്കഥ എഴുതിയ ശാലിനിയുടെ കൂട്ടുകാരി മാത്രം, അത് വലിയ ഹിറ്റ് പടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വാൻസ് ഉണ്ടായിരുന്നു. എം മണി,
2 പടങ്ങൾ ചെയ്തതാണ്. രണ്ടും സാമ്പത്തികമായി വലിയ മെച്ചമുണ്ടായില്ല. ഒരെണ്ണം ഓടിയതാണ്, കള്ളൻ പോത്തൻ കാശ് കിട്ടിയ പടമാണ്. തിങ്കളാഴ്ച ദിവസം അന്നത്തെ കാലത്ത് ബോക്സ് ഓഫീസിൽ ഓടിയിട്ടില്ല, ദേശീയ അവാർഡ് കിട്ടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സാധാരണ ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി നിർമ്മാതാവും സംവിധായകനും അടിച്ചു പിരിയുകയും പരസ്പരം പഴിപറയുകയും ചെയ്യുന്ന കാലമാണ് ഇപ്പോഴും. പക്ഷെ അങ്ങനെയല്ല, ഇവരൊക്കെ പടം ഓടിയില്ലെങ്കിൽ പോലും അതിൻ്റെ മൂല്യം വേറെയാണെന്ന് തിരിച്ചറിയുന്ന നല്ല നിർമ്മാതാക്കളും നല്ല നടന്മാരും അന്നുണ്ടായിരുന്നു. ഒരു പടം ഓടിയില്ലെങ്കിലും അടുത്തത് ഇയാൾ ചെയ്യാൻ പോകുന്നതിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് ഉറപ്പ് തരുന്ന വളരെ ദൃഢബന്ധങ്ങളുള്ള ഒരു ഇതായിരുന്നു. അതുകൊണ്ട് ഇവരൊക്കെ തമ്മിൽ ആഴമുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. അച്ഛൻ്റെ പറഞ്ഞ ഇവരെ എല്ലാം കാര്യമായി വലച്ചിട്ടുണ്ട്. മികച്ച മലയാള ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ രജത കമൽ, സംസ്ഥാന പുരസ്കാരത്തിൽ മികച്ച 2ാമത്തെ ചിത്രം എന്നിവ നേടി പത്മരാജന്റെ ആദ്യ ചിത്രമായ പെരുവഴി അമ്പലം. അപരൻ, കാണാമറയത്ത്, രാപ്പാടികളുടെ ഗാഥ എന്നീ ചിത്രങ്ങൾക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. സംസ്ഥാനത്തെ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് നേടി കൂടെവിടെ. തിങ്കളാഴ്ച നല്ല ദിവസം ദേശീയ പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവരിവിടെ വളർന്നോട്ടെ, ഇവിടുത്തെ കാറ്റും കൊണ്ട്, ഇവിടുത്തെ പശുവിനെയും കണ്ട്. അതുകൊണ്ട് അവർക്ക് നല്ലതേ വരൂ. അവരെ ഇവിടെ അമ്മയുടെ കണ്ണുകൾ ശ്രദ്ധിച്ചോളും. പിന്നെ അമ്മ പറയുന്ന പോലെ എന്നെക്കാൾ കേമന്മാരായിരുന്നിട്ടുള്ള ഒരുപാട് പേരുടെ മണ്ണിലടിയെന്നുള്ള വാത്സല്യം അവർക്കിവിടെ കിട്ടും എന്നെന്റെ മനസ്സെന്നോട് പറയുന്നു. നമ്മൾ പോകുന്നില്ലേ ഡാഡി? ഇല്ല, നമ്മൾ ഇവിടെ തന്നെയായി. നല്ല ഡാഡി. സിനിമകൾ പരാജയപ്പെടുന്ന കാര്യം പറഞ്ഞല്ലോ. ചില എഴുത്തുകാർ, സിനിമാക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സിനിമകളിലൊരു 25% ഞാൻ നല്ലത് എന്ന് കരുതുന്ന ഒരു തരത്തിലുള്ള സിനിമകളോ അല്ലെങ്കിൽ എഴുത്തുകളാണ്, ബാക്കി 75% ഞാൻ ജീവിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറയാറുണ്ട്, വരുമാനത്തിന് വേണ്ടി. അങ്ങനെ നോക്കുമ്പോൾ പോലും പത്മരാജന്റെ കൃതികളോ സിനിമകളോ നമുക്ക് മോശം എന്ന് തോന്നുന്നില്ല. എങ്കിലും അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം എപ്പോഴെങ്കിലും നന്നായില്ല എന്ന് സ്വന്തം കൃതികളെക്കുറിച്ചോ സിനിമകളെക്കുറിച്ചോ പറഞ്ഞൊരു ഓർമ്മയുണ്ടോ? പല തിരക്കഥകളും അച്ഛന് വേണ്ടതുപോലെ ആയില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് പടങ്ങളാണ്. ഇപ്പം വാടകയ്ക്കൊരു ഹൃദയം, സുപ്രിയയുടെ മറ്റ് രവീന്ദ്രപഥത്തിനേക്കാളും ഇതായുടവരെക്കാട്ടിലും തകരെക്കാട്ടിലും ലോറിയെക്കാട്ടിലും ഒക്കെ ഹിറ്റായതാണ്. കാരണം പുറത്ത് അന്യഭാഷകളിലൊക്കെ അത് ഡബ് ചെയ്ത് വലിയ വിജയമുണ്ടാക്കിയ 150 ദിവസമൊക്കെയാണ് വാരണാസിയിൽ ഓടിയിട്ടുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഫോർ ദി റോങ് റീസൺസ് ആയിരുന്നു. അതിൻ്റെ ഒരു സത്ത അറിഞ്ഞിട്ടുള്ള ഒരു ഇതായിരുന്നില്ല, സ്വീകാര്യതയോ ചലച്ചിത്ര പരിചരണമോ ആയിരുന്നില്ല. അതൊക്കെ അച്ഛനെ വല്ലാതെ നോവിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നില്ല ആ ചിത്രം വേണ്ടിയിരുന്നതെന്ന്. അതിനെ ഏറ്റവും കൂടുതൽ നോവിപ്പിച്ചത് സത്രത്തിലൊരു രാത്രി. അത് വലിയ ഹിറ്റാണ്. അത് ഫോർ ദ റോങ് റീസൺസ് ആണ് ഓടിയത്. അത് വേറൊരു തരത്തിലാണ് ഇട്ടത്. അത് കഴിഞ്ഞപ്പോൾ അച്ഛനും ആ സംവിധായകനുമായി വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാവുകയും അച്ഛൻ്റെ കരിയറിലാകെ അങ്ങനെ ഒരു പിണക്കം വരുന്നത്, പബ്ലിക്കായിട്ട് പിണക്കം പറയുന്നതും ഏറ്റുമുട്ടുന്നതും ഈ ഒരൊറ്റ പടത്തിലാണ്. വാസ്തവത്തിൽ ആ പടം സൂപ്പർ ഹിറ്റാണ്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് തൻ്റെ വിപണി കൂടുകയാണ്. പക്ഷെ അതോ അവിടെ തീരുമാനിക്കുകയാണ് ഇങ്ങനെ ഉള്ള സിനിമകൾ ഞാൻ ചെയ്യുന്നില്ല, നല്ല സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പെരുവഴി അമ്പലം. ഒരുപക്ഷെ അല്ലെങ്കിൽ അത് തുടർന്ന് പോകുമായിരുന്നു. കാരണം തിരക്കഥ എഴുത്ത്. കാരണം ഞാൻ മനസ്സിൽ ഡെന്നീസ് ജോസഫൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അന്നത്തെ കാലത്ത് ഏറ്റവും പെയ്ഡ് റൈറ്റർ എന്ന് പറയുന്ന അച്ഛനാണ്. ഏറ്റവും കൂടുതൽ തിരക്കഥയ്ക്ക് പ്രതിഫലം വാങ്ങിയിരുന്ന ആൾ അച്ഛനാണ്. അപ്പോൾ അത് വളരെ കംഫർട്ടബിളായിട്ട് പോവാം. അതിന് പോയേണ്ടെന്ന് തീരുമാനിച്ചൊരു കുറച്ചൊരു ഡിഫിക്കൽട്ട് പാത്ത് തന്നെയാണ്. പെരുവഴി അമ്പലം പോലൊരു ചിത്രം എടുക്കുമ്പോൾ അതിൽ ആരെ വേണമെങ്കിലും ഇടാം. 78 എൻ്റെ ചിത്രീകരണം. ഇതിനിടയ്ക്ക് 6 ഹിറ്റുകൾ എഴുതിയ ആളാണ്. അതിലും ഈ ഗോപി ഒഴികെ അല്ലെങ്കിൽ KPS ലളിത ഒഴികെ ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ്. അത് അവനവൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിനോടൊത്തു വരുന്ന ആളുകൾ മതി എന്ന് തീരുമാനിച്ചിട്ടാണ് ഇതാണ് എൻ്റെ സിനിമ എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇന്ന് എഴുത്തുകാർ അല്ലെങ്കിൽ സിനിമാക്കാർ, അവരിലൊക്കെ പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ വർക്കുകൾ വരുന്നത് പ്രേക്ഷകരും വായനക്കാരും ഒക്കെ അങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് അത്തരത്തിൽ ആ കാലത്ത് ഉള്ളൊരു സ്വീകാര്യത എങ്ങനെയാണ് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? ഈ സിനിമ തിയേറ്ററിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ്റെ പടം വെച്ചിട്ട് പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. തുമ്പരത്തിപ്പൂവ്, അതിന് മുമ്പ് വന്ന 1-2 ചിത്രങ്ങൾ അച്ഛൻ്റെ പടം വെച്ചിട്ട് പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഇതായുടവരെയുടെ 101 ദിവസം രചന പത്മരാജൻ എന്ന് പറയുന്നതിൻ്റെ അവിടെ മാത്രം ഒരു പൂമാല ആരോ ഇട്ടിട്ടുണ്ട് ഞങ്ങളെ. അപ്പം അത് തിരിച്ചറിഞ്ഞ ആളുകളുണ്ടായിരുന്നു. ഇത് കാത്തിരുന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു.
എനിക്കറിയാം പത്മരാജൻ എന്ന് പറയുന്ന പേര് കൊണ്ട് മാത്രം ആ പടം സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ പോലും കയറി കണ്ട് ഇപ്പം അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അന്നത്തെ കാലത്ത് ഞങ്ങളുടെയൊക്കെ ഒരു ആരാധന പൂർത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കണ്ട് മാത്രം. അത് അന്ന് അച്ഛനും ആ നീഷ് ഓഡിയൻസ് ഉണ്ടായിട്ടുണ്ട്. വലിയ മാസല്ല. ഇപ്പം ഐ വി ശശി എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കുന്ന ഒരു മാസ്ക് പുള്ളല്ല, പക്ഷെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള, വളരെ എലിറ്റിസ്റ്റ് ആയിട്ടുള്ള, ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള അല്ലെ ഉത്ബുദ്ധരായിട്ടുള്ള ഒരു പ്രേക്ഷക വൃന്ദം എന്നും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സിനിമകൾ അദ്ദേഹത്തിന്റെ കൂടെ കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അച്ഛൻ ഈ ഫിലിം സൊസൈറ്റി ഇതിൽ വളരെ സജീവമായിരുന്നു. ഡെത്ത് ഇൻ വെനീസ് ഒക്കെ വളരെ ചെറുപ്പത്തിൽ കണ്ട ഓർമ്മയുണ്ട്. പക്ഷേ പിന്നീട് സൂര്യയൊക്കെ ആകുമ്പോഴാണ് എനിക്കൊരു 5-8 വയസ്സ് ആവുന്നത്, ഒരു 81-82 അപ്പോൾ ആ സമയം തൊട്ട് വളരെ സജീവമായിട്ട് അച്ഛൻ്റെ കൂടെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അച്ഛൻ ഇല്ലാത്തപ്പോഴും പോയി കാണുമായിരുന്നു. കാരണം തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു വലിയ ഫിലിം സൊസൈറ്റി തരംഗം തന്നെ ഉണ്ടായിരുന്നു. സത്യജിത് റായ് വരുമ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുക, മൃണാൾ സെന്നെ കാണുക, ശബാന അസ്മി വരുമ്പോൾ, സ്മിതാ പാട്ടീൽ വരുമ്പോഴൊക്കെ നേരിട്ട് പോയി കാണുക, അവരുടെ ഒരു റിട്രോസ്പെക്റ്റീവ് അപ്പോൾ അവിടെ കാണിക്കുകയായിരിക്കും. അപ്പോൾ ഇതിനുള്ള ഭാഗ്യം രമേശ് ശർമ്മ എന്ന് പറയുന്ന ന്യൂഡൽഹി ടൈംസ് ചെയ്ത് അദ്ദേഹത്തിന് അച്ഛൻ തന്നെയാണ് സ്വീകരിക്കുന്നത്. സ്റ്റേജിൽ സ്വീകരിച്ചിട്ട് ഓപ്പണിംഗ് വേർഡ്സ് പറയുന്ന അച്ഛനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചർ ഭയങ്കരമായിട്ട് അടുത്ത് നിന്ന് കാണാനും അനുഭവിക്കാനും സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ചു വന്ന പെൺകുട്ടി ഇവരല്ലേ? ഉള്ളിൽ തറഞ്ഞു പോകുന്ന സംഭാഷണ ശകലങ്ങൾ കൊണ്ടും അവയുടെ ദൃശ്യഭാഷ കൊണ്ടും അതിൽ ഉൾച്ചേർന്ന പശ്ചാത്തല സംഗീതം കൊണ്ടും സവിശേഷമായ പരാമർശം അർഹിക്കുന്നവയാണ് പത്മരാജൻ ചിത്രങ്ങളുടെ ക്ലൈമാക്സ് സീനുകൾ. ഞാൻ വരട്ടെ, ചായ കുടിച്ചിട്ട്. വേണ്ട, വെറുതെ ബുദ്ധിമുട്ടിച്ചതിൽ സോറി. അല്ല, ഒരു മിനിറ്റ്. തന്നെ മറന്നുപോയ ഭാര്യയോട് ഒരു വാക്കുപോലും പറയാതെയുള്ള ഇന്നലെയിലെ ഡോക്ടർ നരേന്ദ്രന്റെ ഇറങ്ങിപ്പോക്ക്. എന്താ ചായ കുടിക്കാതെ? എന്തോ അറിയില്ല. നെഞ്ചു തകർന്ന് നടന്നു നീങ്ങുന്ന ഫയൽ വാൻ. ദ്രോഹിയായ രണ്ടാനച്ഛനിൽ നിന്നും കാമുകിയായ സോഫിയയെ രക്ഷിച്ചുകൊണ്ടുപോകുന്ന സോളമൻ. നീ വിചാരിച്ചു ഞാൻ തിരിച്ചു വരികില്ലെന്ന്? ഞാൻ അവളെ കൊണ്ടുപോയില്ലാന്ന് അല്ലോ. സോഫിയ, രണ്ടാമത്തെ ഹോൺ കേൾക്കുമ്പോൾ ഇറങ്ങി വരാന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു. വാ. നിങ്ങൾ മക്കൾ എത്ര പേരാണ്? എനിക്കൊരു അനിയത്തിയാണുള്ളത്. തിരുവനന്തപുരത്ത് തന്നെയാണ്. നേരത്തെ IT മേഖലയിലായിരുന്നു, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന OTT പ്ലാറ്റ്ഫോമാണ്. അവരുടെ മലയാള വിഭാഗത്തിലെ ക്രിയേറ്റീവ് ഡയറക്ടറാണ്. താങ്കളുടെ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും അച്ഛനിൽ നിന്ന് താങ്കൾ പഠിച്ചെടുത്ത ഏറ്റവും വലിയ കാര്യം എന്താണ്? ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥമായി സമീപിക്കുക എന്നുള്ളതാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അച്ഛൻ ചെയ്യുന്നതിനോട് പൂർണ്ണമായും 100% അർപ്പണം ഉണ്ടായിരുന്നു. ഒരു സിനിമ പോലും തിരക്കഥ പൂർത്തിയാക്കാതെ തുടങ്ങിയിട്ടില്ല. അവസാനത്തെ കുത്തും കോമയും വരെ അവസാനിപ്പിച്ച് പ്ലാൻ ചെയ്തിട്ടേ തുടങ്ങുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആകാശവാണിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത് അവിടുന്ന് ആയടുത്ത് അവസാനിപ്പിക്കുമ്പോഴും അതിലേക്ക് വരാം. അച്ഛൻ്റെ ചെറിയ ലീവൊക്കെ എടുത്തതിന് ശേഷം ഒരു പടത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ കൂടിപ്പോയാൽ 10-20 ദിവസം. ഇത് കഴിഞ്ഞ് വരുന്ന ഗ്യാപ്പിൽ തിരിച്ചു വരുമ്പോൾ അച്ഛൻ ഈ ഫോൾഡർ തുറന്നു വെച്ചിട്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് അച്ഛൻ്റെ കൂടെ സഹപ്രവർത്തകരായിരുന്ന സരസ്വതി അമ്മ, രാജേശ്വരി മോഹനൊക്കെ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
എന്ന് പറഞ്ഞാൽ വർക്ക് ഈസ് വർഷിപ്പ് എന്നുള്ളതാണ്. ഈ ഒരു അർപ്പണം അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. ഞാനതൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എത്രത്തോളം അതിനോട് ആത്മാർത്ഥത പുലർത്താൻ പറ്റുമെന്നറിയില്ല. ഈ ആത്മാർത്ഥ അച്ഛൻ ബന്ധങ്ങളിലും പുലർത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും എല്ലാവരും നല്ലത് മാത്രം ഓർക്കുന്നത്. അതെ. അവസാനമായൊരു ചോദ്യം, അച്ഛനെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി കണ്ടൊരു നിമിഷം ഏതാണ്? വ്യക്തിപരമായിട്ടൊരു കാര്യം പറയാം. ഞാൻ എഴുതി തുടങ്ങുന്നു എന്നുള്ളത് അച്ഛന് വലിയൊരു ഡിലൈറ്റ് ആയിരുന്നു. ഇത് അച്ഛൻ പലയിടത്തും പോയി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അച്ഛൻ മദ്രാസിലൊക്കെ പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ ഇപ്പം പ്രൊഡ്യൂസർ ഗോപിനാഥൻ നായർ സീസണിൻ്റെ ഒക്കെ, അപ്പോൾ ഞാൻ എഴുതിയ കുട്ടിക്കഥകൾ അച്ഛൻ അവരുടെ അടുത്ത് കഥയായി പോയി പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്. അവൻ എഴുതിയ കഥയാണെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഞാൻ എം ടിക്ക് എഴുതിയ ഒരു കത്ത് ആ സമയത്ത് എം ടി എനിക്കൊരു പുസ്തകം അയച്ചിരുന്നു. അച്ഛൻ തന്നെ പരിചയപ്പെടുത്തി ഇങ്ങനെ വാസുവേട്ടൻ്റെ ഫാനാണ്. അപ്പോൾ ആ കത്ത് വായിച്ച് അച്ഛന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ അപ്പോൾ ലവ് ലെറ്റേഴ്സൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് പുള്ളി പറഞ്ഞ് ഭയങ്കര സന്തോഷമായി. പറഞ്ഞത് അയക്കടാ. ഞാൻ പറഞ്ഞത് അയക്കാമല്ലോ, അയച്ചോ, ഒരു ധൈര്യമായിട്ട് അയച്ചോ എന്ന് പറഞ്ഞു. അന്നത്തെ 17-ാം വയസ്സിൻ്റെ സാഹിത്യമാണ്. പക്ഷേ അത് പുള്ളിക്ക് ഇഷ്ടമായി. എന്നിട്ട് പറയും ചെയ്തു, നമുക്ക് ആ ജംഗ്ഷനിൽ ഒരു തട്ടിടാം, പ്രണയലേഖനങ്ങൾ എഴുതി കൊടുക്കപ്പെടും, കത്തൊന്നിന് 10 രൂപ എന്ന് പറഞ്ഞ് ബോർഡ് വയ്ക്കാം. അതെനിക്കൊരുള്ള അപ്രീസിയേഷനും കൂടെ ആയിരുന്നു. അവിടെ അച്ഛൻ ഭയങ്കര സന്തുഷ്ടനായിരുന്നു, ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാൻ കണ്ട ഒരു വലിയ മൊമെൻ്റ് അതാണ്. പിന്നെ തീർച്ചയായിട്ടും ഒരിടത്തൊരു ഫയൽവാന് അന്തർദേശീയ അവാർഡ് കിട്ടിയ ആ നിമിഷം, തീരെ പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു അനൗൺസ്മെന്റ് വരികയാണ്. അച്ഛന് പേര് അവിടെ ഇന്ത്യൻ സ്ഥാനപതിയുടെ ഏറ്റുവാങ്ങി കഴിഞ്ഞു അവാർഡ്. അപ്പോൾ ഒരു ടെലിഗ്രാം വരികയാണ്, ഇതിന് ഏറ്റവും നല്ല തിരക്കഥയ്ക്കും ഏറ്റവും നല്ല ചിത്രത്തിനുമുള്ള ഗോൾഡൻ പീകോക്കാണ് വരുന്നത്. അപ്പോൾ ഇതറിഞ്ഞ് ആ നിമിഷം തൊട്ടടുത്ത് വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ തിരുവനന്തപുരത്ത്, ആ സമയത്ത് അമ്മൂമ്മ അവിടെയുണ്ട്. അമ്മൂമ്മയെ പോയി കണ്ട് ആ ഒരു നിമിഷം ഭയങ്കര സന്തോഷമുള്ള. പിന്നെ തീർച്ചയായിട്ടും അതിന് മുമ്പ് ഉണ്ടായിരുന്നിരിക്കാം. പോലെ നാഷണൽ അവാർഡ് ആദ്യത്തെ ചിത്രത്തിന് കിട്ടുമ്പോഴും സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യത്തെ നോവലിന് കിട്ടുമ്പോഴും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരുപാട് ഗ്ലിറ്റേഴ്സ് ഉള്ള ഒരു കരിയറാണല്ലോ. ധാരാളം ബഹുമതികൾ വന്നിട്ടുണ്ടല്ലോ. 14-15 തവണ ഫിലിം ക്രിട്ടിക്സ് അവാർഡ്, 2 തവണ ഫിലിം ഫെയർ അവാർഡ്, സംസ്ഥാന ബഹുമതി 4 തവണ തിരക്കഥയ്ക്ക് മാത്രം, എല്ലാം കൂടി 6 തവണ സംസ്ഥാന ബഹുമതി എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം സന്തുഷ്ടനായിരുന്ന, അല്ലെങ്കിൽ അതിലൊക്കെ ആഹ്ലാദിച്ചിരുന്ന ഒരു മനസ്സായിരുന്നു അച്ഛൻ്റെ. മനുഷ്യന്റെ മാനസിക വ്യാപാരങ്ങളെയും സമൂഹത്തിലെ നന്മതിന്മകളെയും യഥാതഥമായി അനുവാചകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ പ്രതിഭാധനനായിരുന്നു പത്മരാജൻ. ക്ഷണിക തേജസ്സു പോലെ മിന്നിജ്വലിക്കുകയും മാഞ്ഞു പോവുകയും ചെയ്ത മലയാളത്തിന്റെ സ്വന്തം ഗന്ധർവൻ. സസ്നേഹത്തിൽ പത്മരാജനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് ജിയോ ഹോട്ട്സ്റ്റാർ ക്രിയേറ്റീവ് ഡയറക്ടറായ മകൻ അനന്തപത്മനാഭൻ. സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് റാസ.